ലിസ ക്രിയേഷൻ നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് ഒരു കുർത്തിയുടെ അളവ് എങ്ങനെ എടുക്കാമെന്ന്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതെങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇത് ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിയൊരു കുർത്തിയാണ്. അപ്പോൾ ബാക്ക് സൈഡ് എൻ്റെ പ്ലെയിനും ഫ്രണ്ട് സൈഡ് എൻ്റെ എംബ്രോയിഡറിയും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നതിൻ്റെ ബോട്ടം വിഡ്ത്തിൻ്റെ അളവാണ് ആദ്യമായിട്ട് നമ്മൾ മടക്കിയിടുമ്പോൾ. ഓൾറെഡി ഇതെങ്ങനെ തന്നെ കിട്ടിയത് കൊണ്ട് അങ്ങനെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ മടക്കി ഇട്ടണം. അതിൻ്റെ 11 അതിൻ്റെ 1 ഇഞ്ച് കൂടെ കൂട്ടി 12 ഇഞ്ച് വീതിയിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടി ബോട്ടം വിഡ്ത്ത് ആ 12 ഇഞ്ച് വീതിയിലാണ് മൊത്തം തുണി വരേണ്ടത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അവിടെ മാർക്ക് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. 12 ഇഞ്ച് വീതി താഴെ മാർക്ക് ചെയ്തു. ഇനി ഞാൻ ലെങ്ത് അളക്കുകയാണ്. എൻ്റെ കുർത്തിയിൽ അളന്നപ്പോൾ എൻ്റെ കുർത്തിയുടെ അളവ് വെറും 34 ഇഞ്ചാണ്. പക്ഷേ എനിക്കിത് 38 ഇഞ്ച് വേണം, 39 ഇഞ്ച് വേണം. അപ്പോൾ ഞാൻ അതനുസരിച്ച് താഴത്തെ അവിടെ നിന്ന് ഞാൻ മുകളിലേക്ക് 39 ഇഞ്ച് മാർക്ക് ചെയ്തു. അങ്ങനെ അവിടെ ഞാൻ ലൈൻ വരച്ചു. അതിൻ്റെ മുകളിൽ 1/2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിനോട് കൊടുത്തു. അപ്പോൾ എനിക്ക് കറക്റ്റ് തയ്യൽ തുമ്പ് പോയി കഴിയുമ്പോൾ കറക്റ്റ് 39 ഇഞ്ച് എനിക്ക് കിട്ടും. അതായത് 39.5. താഴെ മടക്കി ഓൾറെഡി അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിനിയും ഷോൾഡർ എത്രയാണെന്ന് നോക്കാം. ഷോൾഡർ ഞാൻ അളന്നപ്പോൾ 13 കിട്ടിയത്. അതായത് 6.5 ഇഞ്ച് അതിൻ്റെ പകുതി. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഞാൻ ഇട്ടു. എത്ര ഷോൾഡറാണോ അത്രയും തന്നെ താഴേക്ക് ഞാൻ ആം ഹോളും കൊടുക്കുകയാണ്. ഇപ്പം താഴെ നിന്നും 6.5 ഉണ്ടോ നോക്കുന്നു. എന്നിട്ട് ഞാൻ താഴേക്ക് നേരെ ഞാൻ ആം ഹോൾ വരയ്ക്കാനായിട്ട് ചെസ്റ്റ് ലൈൻ വരയ്ക്കാനായിട്ടാണ് ആം ഹോൾ നമ്മൾ വരയ്ക്കുന്നത്. അത് 6.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. മുകളിലത്തെ വയലിൽ നിന്ന് പിടിക്കാൻ 6.5, നമ്മൾ മാർജിൻ ഇട്ടെടുത്ത് പിടിക്കാൻ 6. അപ്പോൾ നമ്മൾ 6.5 മുകളിൽ നിന്ന് പിടിച്ച് കൊടുത്തു. എന്നിട്ട് നേരെ നമ്മൾ ചെസ്റ്റ് ലൈൻ വരയ്ക്കുകയാണ്. എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് 38 ഇഞ്ചാണ് അളന്നെടുത്തിരുന്നത്. അതിൻ്റെ 4 പറയുന്നത് 9.5 ഇഞ്ചാണ്. അങ്ങനെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൊടുത്തു. അപ്പം നമ്മുടെ ചെസ്റ്റ് ലൈനും മാർജിൻ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നമ്മളുടെ വേസ്റ്റിൻ്റെ ലെങ്താണ്. അത് എൻ്റെ അടിസ്ഥാനത്തിൽ 13.5 ഞാൻ വരയ്ക്കുന്നത്. 13 1/2 ഇഞ്ച് മുകളിൽ നിന്നുള്ള തയ്യൽ തുമ്പ് കൂട്ടി 13.5. ഇനി സ്ലിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എൻ്റെ 19. പക്ഷേ ഞാനിവിടെ 19.5 കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ 20 ഇഞ്ച് കൊടുക്കുകയാണ്. എൻ്റെ 1/2 ഇഞ്ച് ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അളന്ന അളവിൽ എന്തെങ്കിലും കൂടുതൽ കൊടുക്കുക അങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ 20 ഇഞ്ച് കൊടുത്തു എൻ്റെ സ്ലിറ്റിൻ്റെ ലെങ്ത്. ഓക്കെ, അപ്പം നമുക്കിനി ഇതിൻ്റെ റൗണ്ട് എങ്ങനെയാണെന്ന് അളക്കാം. നമ്മൾ വേസ്റ്റ് റൗണ്ട് എൻ്റേത് 34 ഇഞ്ചാണ്. 34 ഇഞ്ചിൻ്റെ 4 പറയുമ്പോൾ 8.5 ഇഞ്ച് കൊടുത്തു. എൻ്റെ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 40 ഇഞ്ചായിരുന്നു റൗണ്ടിലെടുത്തപ്പം. അപ്പോൾ ഞാൻ എൻ്റെ 4 10 കൊടുത്തു. ഓക്കെ, അങ്ങനെ ഞാൻ റൗണ്ട് 2 മാർക്ക് ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് മാറി നമുക്കൊരു 9.5 ഇഞ്ചിൽ നമ്മുടെ ബസ്റ്റ് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ ബസ്റ്റും ചെസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തത് കൊണ്ട് ഞാനത് അവിടെ മാർക്ക് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ വേസ്റ്റും നമ്മുടെ ചെസ്റ്റ് ലൈനും കൂടി യോജിപ്പിച്ചു. അവിടുന്ന് വേസ്റ്റ് ലൈനിൽ നമ്മൾ സ്ലിറ്റ് പോയിന്റിലേക്ക് നമ്മൾ യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഈ കുർത്തിയുടെ ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അത് നല്ല അവിടെ ആ കോർണർ വരുന്നതിൽ നിന്നൊന്ന് റൗണ്ട് ചെയ്ത് നല്ലതായിട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു തയ്യൽ തുമ്പ്. താഴെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് മതി. കാരണം സ്ലിറ്റ് മടക്കി അടിക്കാൻ 1 ഇഞ്ചിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ യോജിപ്പിച്ച് നമ്മുടെ മാർജിൻ നമ്മളിവിടെ വരച്ചു. ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ അതിൻ്റെ ലെങ്ത്ത് താഴോട്ട് വരയ്ക്കുകയാണ്. എനിക്ക് അല്പം നേരെ സ്ട്രേറ്റ് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ അല്പം കണ്ടില്ല. എൻ്റെ ഇവിടെ 12 ആണല്ലോ, മുകളിൽ 10 ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ ചെരിച്ച് ആ പോയിന്റിലേക്ക് ഞാൻ വരയ്ക്കുമ്പോൾ എൻ്റെ സ്ലിറ്റിൻ്റെ ആ ഒരു ലൈനും കിട്ടി. അവിടെ 1 ഇഞ്ച് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ എക്സ്ട്രാ മാർജിൻ. മടക്കി അടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് 1 ഇഞ്ച്. മുകളിലുള്ള എല്ലായിടത്തും 1.5 ഇഞ്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഷേപ്പിങ്ങും ഏകദേശം ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നെക്ക് നമ്മൾ വരയ്ക്കുകയാണ്. ബാക്ക് നെക്ക് എനിക്ക് 2.5 ഇഞ്ച് മതി. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് കൂട്ടി തയ്യൽ തുമ്പ് കൂട്ടി 3 ഇഞ്ച് വരയ്ക്കുന്നു. അതിൻ്റെ നെക്കിൻ്റെ നമ്മുടെ ലെങ്ത്ത് അല്ലെങ്കിൽ ഇറക്കം. ഫ്രണ്ട് എനിക്ക് 6 വേണ്ടത്. അപ്പോൾ ഞാൻ 6.5 വരയ്ക്കുകയാണ്. 1/2 ഇഞ്ചിൻ്റെ മുകളിൽ പോകുമല്ലോ, തയ്യൽ തുമ്പ് പോകുമല്ലോ. നെക്ക് വിടുത്തെന്ന് പറഞ്ഞാൽ 3 ഇഞ്ചാണ്. എനിക്ക് ഇച്ചിരി അകന്നിരിക്കുന്ന കഴുത്താണ് ഇഷ്ടം. അല്ലെങ്കിൽ അല്ലാത്തവർക്ക് 2.25 ഇഞ്ച് വരച്ചാലും മതിയാവും. അപ്പോൾ ഞാനവിടെ സ്ക്വയർ കൊടുത്തു. അവിടെ നിന്ന് ഞാനൊരു 1 ഇഞ്ച് അവ മാർക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ റൗണ്ട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ വേറൊരു ഷേപ്പിലാണ് വരയ്ക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഉണ്ട് ചെരിച്ച് വരച്ച് ഒരു ഷേപ്പ് ഞാൻ വരയ്ക്കുകയാണ്. ആ ഷേപ്പിലാണ് ഒരു ഉണ്ടല്ലേ. ആ കറക്റ്റ് പകുതിയിൽ നിന്ന് ഞാൻ നേരെ എൻ്റെ നെക്കിൻ്റെ അറ്റത്തേക്ക് ഞാൻ ചെരിച്ചൊരു ലൈൻ വരച്ച് അങ്ങനെ ഞാനൊരു ചെറിയ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. സ്ക്വയർ കൊടുക്കാം, യു കൊടുക്കാം, ഹാർട്ട് ഷേപ്പ് കൊടുക്കാം, വെറ്റിലൊക്കെ എടുത്തൊക്കെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മളെല്ലാം അടിയിൽ നമ്മൾ ബാക്ക് പീസ് ഇരിപ്പുണ്ട്. അത് പ്ലെയിൻ കളറാണ്. അത് നമ്മൾ ആദ്യം
ബാക്കിൻ്റെ അനുസരിച്ചാണ് നമ്മൾ വെട്ടി മാറ്റുന്നത്. ഇനി നമ്മൾ കൈക്കൂലി നോക്കാം. കൈക്കൂലിയിൽ നമുക്ക് നോക്കിക്കുക 1/2 ഇഞ്ച് അകത്തേക്ക് മാറ്റി വരയ്ക്കണം. പകുതി എടുത്തിട്ട് ആം ഹോൾ ലെങ്തിൻ്റെ പകുതിയിൽ നിന്ന് അര അകത്തേക്ക് എടുത്തിട്ട് ഇവിടെ നമ്മൾ 1.5 1.25 ആയാലും കുഴപ്പമില്ല. ചെരിച്ചൊരു ലൈൻ കൊടുത്തു. ഒരു ഹൊറിസോണ്ടൽ ലൈൻ മുകളിലേക്ക് വരച്ചിട്ട് ഈ നടുക്കത്തെ ആ കൊടുത്തിരിക്കുന്ന 1/2 ഇഞ്ചിൻ്റെ അവിടെ ഒരു ഡോട്ട് കൊടുത്തു. ആ പോയിൻറ്റും ഈ പോയിൻറ്റും നമ്മുടെ ചെസ്റ്റ് ലൈനിൻ്റെ സ്റ്റിച്ചിങ് ലൈനിൻ്റെ 3 പോയിൻറ്റും കൂടെ നമ്മൾ യോജിപ്പിക്കുമ്പോൾ നമ്മുടെ ബാക്ക് ആം ഹോൾ നമുക്ക് കിട്ടി. ബാക്ക് ആം ഹോൾ വരച്ചതിന് ശേഷം 1/2 ഇഞ്ച് അകത്തോട്ട് മാറ്റി മാർക്ക് ചെയ്ത് ആ വരയിൽ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് അകത്തോട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ കുഴിച്ച് വരയ്ക്കുമ്പോഴാണ് നമ്മുടെ ഇന്നർ കൈക്കൂലി കിട്ടുന്നത്. അകത്തെ കൈക്കൂലിയും കിട്ടി. ഇനി നമ്മൾ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ 1/2 ഇഞ്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് കഴിഞ്ഞ് നമ്മൾ നെക്ക് കഴിഞ്ഞ് നമ്മൾ അതിലോട്ട് വെട്ടി നമ്മളിങ്ങനെ എടുക്കുകയാണ്. അപ്പം ഞാനതെല്ലാം ആ മാർക്കിങ്ങിൽ കൂടെ തന്നെ വെട്ടിയ പീസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനിയും എനിക്ക് ഫ്രണ്ട് പീസ് വെട്ടണം. ഫ്രണ്ടിൻ്റെ ആ കൈക്കൂലിയും വെട്ടണം, നെക്കും എനിക്ക് വെട്ടണം. ഇപ്പം ഞാൻ താഴെ എൻ്റെ മറ്റേ ബാക്ക് പീസ് ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട് പീസ് മാത്രം നെക്ക് വെട്ടിയെടുക്കുകയാണ്. ആദ്യം നമ്മൾ എപ്പോഴും വെട്ടുമ്പോൾ ബാക്കിൻ്റെ അനുസരിച്ച് വേണം വെട്ടാൻ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൻ്റെ നമ്മൾ കുഴിച്ച് വെട്ടുകയൊക്കെ ചെയ്യാമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രണ്ടും ഒരുപോലെ വെട്ടി അത് വല്ലാതെ നാശമായി പോകും. അപ്പോൾ നമ്മൾ ഫ്രണ്ടും വെട്ടി അവിടെ നമ്മൾ നോച്ച് കൊടുക്കുകയാണ്. നമ്മുടെ തയ്യൽ പോകേണ്ടതുണ്ടല്ലേ, ചെസ്റ്റ് ലൈൻ വെസ്റ്റിൻ്റെ അവിടുത്തെ ആ പോയിൻ്റ് റൗണ്ടിൽ അവിടെ ഒരു നോച്ച് കൊടുത്തു. താഴെ സ്ലിറ്റ് ലൈനിൽ നമ്മളൊരു നോച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ കട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ അപ്പുറത്തെ പാളി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. താഴത്തെ നമ്മൾ കണ്ടല്ലോ, താഴത്തെ പാളി ഞാൻ ഇവിടെ നമ്മളിനി കൈക്കൂലി അളക്കാൻ പോവുകയാണ്. നമ്മൾ 1/2 ഇഞ്ച് മാറ്റിയാണ് നമ്മൾ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് അളക്കുമ്പോൾ നോക്കി എനിക്ക് കറക്റ്റ് എൻ്റെ 8 കിട്ടുന്നുണ്ട്. 8 16 എൻ്റെ ആം ഹോൾ റൗണ്ട് ഞാൻ നിങ്ങളെ അളന്ന് എൻ്റെ കുർത്തിയിൽ കാണിച്ചപ്പോൾ കിട്ടി. അതേ അളവ് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൽ അങ്ങനെ നമ്മൾ കൈ എങ്ങനെ വിട്ടെന്ന് നോക്കാം. എൻ്റെ കൈയുടെ നീളം 13 ഇഞ്ചാണ് എൻ്റെ നീളം. 1.5 ഇഞ്ച് കൂട്ടി 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് മടക്കി അടിക്കാനും അങ്ങനെ 14.5 ഇഞ്ചിൽ ഞാൻ ലെങ്ത്തിൽ ഞാൻ ഇതേപോലെ വരച്ചു. 1 ഇഞ്ചാണ് കാണിക്കുന്നത് എൻ്റെ മടക്കി അടിക്കാനുള്ള ഇതാണ്. ഇവിടുന്ന് 3.25 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് ഞാൻ മാർക്ക് ചെയ്തു. സ്ലീവ് എങ്ങനെ വെട്ടുന്നുള്ള സ്ലീവിൻ്റെ പ്രത്യേക ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുക, ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാം. ആ ലൈൻ താഴോട്ട് വരച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ വളച്ച് പിടിച്ച് നോക്കുമ്പോൾ നമ്മുടെ 8 ഇഞ്ച് ഇവിടെ കിട്ടുന്നത് നോക്കണം. അത് മുകളിൽ നിന്ന് ആ സ്ട്രെയിറ്റ് ക്യാപ്പ് ഹൈറ്റിൽ നോക്കുമ്പോൾ 7 ഇഞ്ച് എൻ്റെ ബൈസെപ്സും കിട്ടുന്നില്ല. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് നമുക്ക് വരയ്ക്കാം. താഴെ എൻ്റെ 1.5 ഇഞ്ച് എൻ്റെ മാർജിനും കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങളിങ്ങനെ അങ്ങോട്ട് ഒരു 3 ഇഞ്ചോളം താഴോട്ട് നേരെ വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് ചെരിച്ച് എൻ്റെ ഈ ബൈസെപ്സിലേക്കുള്ള ആ പോയിന്റിലേക്ക് നമ്മളൊരു ചെരിച്ച് വരച്ചിട്ട് നമ്മളവിടെ ഒരു ഷേപ്പ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്ലീവ് വരയ്ക്കാൻ പറ്റും. സ്ലീവിൻ്റെ ശരിയായ രീതി ഞാൻ കറക്റ്റായിട്ട് കാണിച്ചെടുത്തപ്പോൾ എനിക്ക് എളുപ്പവഴി ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കൊരു ഇത് കിട്ടി. ഇനി നമ്മുടെ സ്ലീവ് ഓപ്പൺ റൗണ്ടാണ്. സ്ലീവ് ഓപ്പൺ റൗണ്ട് നമുക്ക് അവിടെ എത്രയാണ്? 5 ആണ്, 10 ആണ്. 10ൻ്റെ പകുതി 5 വരച്ചു. അതിൽ നിന്ന് എൻ്റെ ബൈസെപ്സിൻ്റെ ആ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ എൻ്റെ കൈയുടെ ആ ഒരു സ്റ്റിച്ചിങ് ലൈൻ കിട്ടി. അവിടുന്ന് 1.5 ഇഞ്ച് വിട്ടിട്ട് മാർജിനും കിട്ടി. ഇപ്പോൾ എൻ്റെ കൈയും ശരിയായി. ഇപ്പോൾ നമ്മൾ ആ കൈക്കൊടിയുടെ ആ കോർണറിൻ്റെ അവിടെ ശകൽ അകത്തോട്ട് കുഴിച്ച് വരച്ചാൽ നമ്മുടെ അവിടെ ചുളിവുകൾ സ്ലീവ്സിൽ ചുളിവുകൾ വരാതിരിക്കും. നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമ്മൾ വെട്ടിയെടുക്കുകയാണ്. നിങ്ങൾക്ക് സ്ലീവിൻ്റെ കട്ടിങ് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സ്ലീവ് കട്ടിങ് പോയി കാണുക. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ലീവ് വെട്ടിയതിന് ശേഷം നമ്മളവിടെ കട്ട് കൊടുക്കുക, അവിടെ നോച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളെ കുഴിച്ച് വെട്ടുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകും. നോച്ച് കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് അകത്തെ കൈക്കൂലി സ്ലീവിൻ്റെ ആ ഒരു കർവ് നമ്മൾ എടുക്കുന്നത് നോക്കി. ആ 1.5 ഇഞ്ച് മുകളിലോട്ട് പൊക്കി വെച്ചിട്ട് നമ്മുടെ ആ ഒരു മാർജിൻ നമ്മൾ പൊക്കി വയ്ക്കുക മുകളിലോട്ട്. എന്നിട്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു ഷേപ്പ് കിട്ടും. നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ആവശ്യമില്ല, ടേപ്പ് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അതേ കൂടി അങ്ങ് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കുഴിച്ച് വിടുന്ന ആ ഒരു സ്ലീവിൻ്റെ ഭാഗവും വളരെ എളുപ്പത്തിൽ, ഇതൊരു ട്രിക്കാണ്, ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യാനും പഠിക്കുക. അവിടെ നമ്മൾ ഫ്രണ്ട് കൈക്കൂടി കുഴിച്ച് വെട്ടിയത് കൊണ്ട് അവിടെ ഒരു ചെറിയ നോച്ച് കൊടുക്കുക നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മളുടെ റൈറ്റ് ഹാൻഡാണ്. കണ്ടല്ലോ, അകത്തെ വശം കുഴിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഇത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ 2 ഹാൻഡും കണ്ടില്ലേ? ഫ്രണ്ട് വശം നമ്മൾ കുഴിഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ട് അതനുസരിച്ച് വെട്ടി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ എല്ലാം ശരിയായി. ഇനി നമുക്ക് വെട്ടാനുള്ളത് നമ്മുടെ നെക്കിന് നമ്മൾ ബൈൻഡ് ചെയ്യാനുള്ള ഭാഗമാണ്. നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ്. അപ്പോൾ ഒരു 4 ഇഞ്ച് വീതി, 4, 8 ഇഞ്ച് മടക്കി ഇടുമ്പോൾ 4 ഇഞ്ച് വീതിയും ഒരു 6, 7, 8 ഇഞ്ച് നീളത്തിൽ നമ്മളിങ്ങനെ തുണി മടക്കി ഇട്ടിട്ട് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഫോൾഡഡ് സൈഡിലേക്ക് നമ്മൾ കുർത്തി മടക്കിയിരിക്കുന്നത് പോലെ തന്നെ അങ്ങനെ ഷേപ്പ് ചെയ്ത് നമ്മൾ വരച്ചിട്ട് വെട്ടിയെടുത്താൽ മതി.
ഇപ്പം നമുക്ക് ഈ സ്ക്വയറിൽ തന്നെ വെട്ടിയിട്ട് നമുക്കത് നെക്ക് ബൈൻഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഷേപ്പ്, ഈ കഴുത്തിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ തയ്ക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം എങ്ങനെ ചെയ്യുന്നുള്ളത്. ഞാൻ 2 രീതിയും വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണത്. ഇപ്പോൾ നമ്മൾ വെട്ടുന്നില്ല. ഈ ഒരു പീസ് ഇങ്ങനെ ജസ്റ്റ് എനിക്കത് വെച്ച് തയ്ക്കേണ്ടത് കൊണ്ട് ക്യാൻവാസ് ഇടുന്നില്ല. ആ ക്യാൻവാസ് ഇല്ലാത്തവർക്ക് തയ്ക്കേണ്ട രീതിയാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടി ഈ പീസ് നമ്മൾ നെക്കിൻ്റെ, ഇനി നമ്മൾ മറുവശത്തേക്ക് നമ്മുടെ ഈ നെക്കിൻ്റെ നടുക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി തിരിച്ച് നമ്മൾ മടക്കിയിട്ട് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറുവശത്തും അതിൻ്റെ പാടുകൾ വീഴും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടില്ല, അവിടെ ഒരു പാട് കിട്ടിയല്ലോ. അപ്പോൾ അതിലൂടെ നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് ശരിക്കും കിട്ടി. ഇത് നമ്മൾ ഒറിജിനൽ കുർത്തിയുടെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ തയ്ച്ചിട്ട് മറിച്ചിടുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് നെക്ക് ഷേപ്പ് കിട്ടുന്നത്. ഇനി ബാക്ക് പീസും അതുപോലെ തന്നെ നമ്മൾ മടക്കി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ അത് വെച്ചിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കി വെട്ടിയെടുക്കാവുന്നതാണ്. അത് ഞാൻ 2ഉം വെട്ടിയെടുക്കുകയാണ്, കാരണം ചെറിയ കഴുത്തല്ലേ, അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളങ്ങനെ ബാക്ക് നെക്കിൻ്റെ നമ്മൾ അതിന് ബൈ ചെയ്യേണ്ട കാര്യവും നമ്മൾ ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമുക്കിതെല്ലാം എങ്ങനെ തയ്ക്കാമെന്നുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ നിങ്ങളിത് കണ്ട് പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.